ചോദ്യം നമ്പർ 4 ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉത്തരം മേശപ്പുറത്ത് വയ്ക്കുന്നു. താങ്ക് യു. ശ്രീ കെ ബാബു. സർ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃതം പദ്ധതിയിൽ 50, 30, 20 അനുപാതത്തിലാണ് ചെലവഴിക്കുന്നത്. സർ, കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലെല്ലാം ആനുപാതികമായി സംസ്ഥാന സർക്കാരുകളുടെ പേരിൽ സാമ്പത്തികമായ ബാധ്യത വരുത്തുന്ന പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ്: അമൃതം പദ്ധതി പ്രകാരം എത്ര സംഖ്യയാണ് കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ളത്? സംസ്ഥാന വിഹിതം എത്രയായിരുന്നു? എത്ര കണ്ടത് ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അമൃത് പദ്ധതിയുടെ 2 ഘട്ടങ്ങളുണ്ട്. എല്ലാത്തിലും ബഹുമാനായിട്ടുള്ള അംഗം പറഞ്ഞതുപോലെ 50, 30, 20 അല്ല സർ. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 50%, സംസ്ഥാന സർക്കാരിൻ്റെ 30%, നഗരസഭകളുടെ 20%. അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും നഗരസഭകളും പകുതിയായിട്ടാണ് വഹിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ. എന്നാൽ രണ്ടാം ഘട്ടം അമൃത് 2.0, അതിൽ 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനുകൾ, കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഇവിടെ കേന്ദ്രവിഹിതം കുറവാണ് സർ. 33.3% കേന്ദ്രവിഹിതമുള്ളൂ. അത്രയും സംസ്ഥാന വിഹിതവുമുണ്ട്, അത്രയും നഗരസഭാ വിഹിതവും വരുന്നുണ്ട്. അപ്പോൾ പേര് കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത് എന്നേ ഉള്ളൂ. തുക കൂടുതൽ മുടക്കേണ്ടി വരുന്നത് പലപ്പോഴും സംസ്ഥാനമാണ്. സർ, ഇനി രണ്ടാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട്. 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികൾ. ആലപ്പുഴ, കോട്ടയം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവിടെയും കേന്ദ്രവിഹിതം 33.3%, സംസ്ഥാന വിഹിതം 50%. അവിടെ കേന്ദ്രവിഹിതത്തേക്കാൾ കൂടുതലാണ് സംസ്ഥാന വിഹിതം. നഗരസഭാ വിഹിതം 16.7%. 1 ലക്ഷത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റികളുണ്ട്, അതിന് വേറൊരു ഘടനയാണ്. സർ, ഇനി അദ്ദേഹം വളരെ സമഗ്രമായൊരു ചോദ്യമാണ്, എത്ര അനുവദിച്ചു എന്നാണ്. അമൃത് ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രവിഹിതം 1153.8 കോടി രൂപയും സംസ്ഥാന വിഹിതം 1226.61 കോടിയും, സംസ്ഥാനവും നഗരസഭയും ചേർന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുപാതം 50-50 ആണെങ്കിലും ടെൻഡർ എക്സസ് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് വരും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കും. ഇതാണ് അമൃത് 1-ൽ നമുക്ക് അനുവദിച്ച തുക. ഇതിൻ്റെ ഭാഗമായിട്ട് 1106 പദ്ധതികളാണ് ഏറ്റെടുത്തത്. ആ 1106 പദ്ധതികളിൽ ഒന്നാം ഘട്ടത്തിൽ 1066 പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 40 പദ്ധതികളാണ് ബാക്കിയുള്ളത്. ആ 40 പദ്ധതികളിൽ നേരത്തെ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 40 പദ്ധതികളിൽ 17 പദ്ധതികൾ സീവേജ് സെപ്റ്റേജ് സെക്ടറിലുള്ളതാണ്. ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണം, ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 17 പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അമൃത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി 3435.31 കോടി രൂപയുടെ 940 പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത്. അതിൽ പൂർത്തിയാക്കിയത് 248 പദ്ധതികളാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. സർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരവികസനത്തിൻ്റെ പുതിയ രേഖ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, കണ്ടു, പോയി. സർ, വിയറ്റ്നാം കോളനിയിലെ ശങ്കരാടി കാണിച്ച ആ കൈരേഖയല്ലാതെ മറ്റൊരു രേഖയും പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല. സർ, ഇത് എൻ്റെ ചോദ്യം ഇതാണ്: മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേകമായ സംസ്ഥാനത്തിന് പ്രോത്സാഹനമായി എത്ര കണ്ട് പ്രോത്സാഹന സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്? തുക എത്രയാണ്? യെസ് മിനിസ്റ്റർ. സർ, അമൃത് പദ്ധതി ലഭിച്ച തുകയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതാണ്. രേഖയുടെ കാര്യം അദ്ദേഹത്തിന് അറിവുള്ളതുപോലെ മാത്രമേ എനിക്കും അറിവുള്ളൂ. പത്രത്തിൽ കണ്ടിരുന്നു ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യം. പക്ഷേ അതിനുശേഷം ബ്ലൂ പ്രിൻ്റ് ഇല്ല എന്ന കാര്യവും പത്രത്തിൽ കണ്ട അറിവേ ഉള്ളൂ. ആധികാരികമായിട്ട് അത് സംബന്ധിച്ചൊരു വിവരവും സർക്കാരിൻ്റെ കൈവശമില്ല. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ഉന്നയിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഒരവസ്ഥ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുഭവം തന്നെ ആവും അപ്പോൾ ഈ അമൃത പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. യെസ് മിനിസ്റ്റർ. സർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുഭവം നേരത്തെ ഉണ്ടായി കഴിഞ്ഞു അമൃതിൽ. അതാ പറഞ്ഞത്. ഒന്നാം ഘട്ടത്തിൽ 50 ആയിരുന്നു കേന്ദ്രവിഹിതം,
രണ്ടാം ഘട്ടം വന്നപ്പോൾ കോർപ്പറേഷനിൽ അത് 33%, മുനിസിപ്പാലിറ്റികളിലും 33% കുറഞ്ഞു, 10 ലക്ഷം വരെയുള്ള കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും. അപ്പോൾ വെട്ടിക്കുറവ് അമൃത് പദ്ധതിയിൽ നേരത്തെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്, അമൃത് 2-ൽ തന്നെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പിൽ നേരത്തെ 100% കേന്ദ്ര വിഹിതമായിരുന്നു, ഇപ്പോൾ 60-40 ആക്കി. അനുവദിക്കുന്ന തൊഴിലിൻ്റെ ഇനി കേന്ദ്രം അനുവദിക്കുന്ന തൊഴിൽ പരിമിതമാണെങ്കിൽ കൂടുതൽ തൊഴിൽ നമ്മൾ സൃഷ്ടിച്ചാൽ 100% നമ്മൾ തന്നെ വഹിക്കണം എന്നതാണ് വ്യവസ്ഥ. ശ്രീ പി.ടി. റഹീം. സർ, ഈ പദ്ധതിയൊക്കെ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരുപാട് റോഡുകളാണ് പൊളിക്കേണ്ടി വരുന്നത്. കരാറുകാർ ഇവരൊന്നും പുനരുദ്ധരിക്കുന്നില്ല. മാത്രമല്ല, പുനരുദ്ധരിച്ചാൽ തന്നെ പൊളിച്ച ഭാഗം മാത്രം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇത് മൊത്തം റോഡിൻ്റെ വീതിയുടെ 4/1 പോലും വരില്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് ഈ റോഡ് മൊത്തം റെസ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, പ്രധാനമായിട്ടും തദ്ദേശ റോഡുകൾക്ക് കേടുപാട് വരുന്നത് ജലജീവൻ മിഷൻ്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടി കണക്കിലെടുത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അത് 1000-ലധികം കോടി രൂപ, 1000 കോടിയാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും പിന്നെ ടെൻഡർ എക്സസ് കൂടി വന്നപ്പോൾ ഏതാണ്ട് 200 കോടി കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3500-ലേറെ റോഡുകൾക്ക് ഭരണാനുമതിയായി. നല്ല നിലയിൽ അതിൻ്റെ പുരോഗതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. മാത്രമല്ല, ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തകർന്ന റോഡുകൾ അത് തൽക്കാലം തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ അത് ഉപയോഗിച്ച് തന്നെ അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കാനും പിന്നീട് അത് റീകൂപ്പ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു തീരുമാനം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും എന്ന കാര്യവും അറിയിക്കുകയാണ്. ശ്രീ എം വിജിൻ. സർ, അമൃത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന് മാതൃകയാകുന്ന എന്തെല്ലാം പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനം ഏറ്റെടുത്തത്? ഈ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, അമൃത് 1ാം ഘട്ടത്തിൻ്റെ കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. അമൃത് 1ാം ഘട്ടത്തിൽ 1106 പദ്ധതികളിൽ 1066 പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വളരെ മാതൃകാപരമായിട്ടുള്ള ചില പദ്ധതികൾ, ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്കൈ വാക്ക്, ആകാശപാത അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു മാതൃകാ പദ്ധതിയാണ്. അനേകം ആളുകളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ വലിയ കേന്ദ്രമായിട്ട് അത് മാറിയിരിക്കുകയാണ്. എയർ കണ്ടീഷൻ ചെയ്ത സ്കൈ വാക്ക് എന്നത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു മാതൃകയായി അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പം അതുപോലെ ധാരാളം സവിശേഷമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വിശദാംശം ഇപ്പോൾ കയ്യിലില്ല. നടപ്പാക്കിയ പദ്ധതികളുടെ എണ്ണവും തുകയും മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ശ്രീ യു എ ലത്തീഫ്. ചോദ്യം ഉണ്ടായില്ല. ഓക്കെ. ശ്രീ പി എസ് സുപാൽ. സാർ, അമൃത് പദ്ധതിയിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കി വരികയാണല്ലോ. സാർ, പുനലൂരിൽ പഴക്കമുള്ളൊരു കുടിവെള്ള പദ്ധതിയാണ്. ഏതാണ്ട് 50 വർഷം മുമ്പ് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. 75% ആളുകൾക്കാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നത്. അത് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാൻ കഴിയും. യെസ് മിനിസ്റ്റർ. സാർ, അത് എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. നേരത്തെ പ്രസ് ചെയ്തിരിക്കുമല്ലേ? നേരത്തെ ചോദിച്ചു. ഓക്കെ.